നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജനിച്ച ദിവസം വെറും ഒരു സാധാരണ ദിവസം മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിലെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ടോ? ഒരുപാട് ആളുകൾ ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംഭവിക്കാറുണ്ട്. ചിലർക്ക് ജീവിതത്തിലെ എളുപ്പം ഭാഗ്യം ലഭിക്കുന്നു, ചിലര് വളരെ പരിശ്രമിച്ചിട്ടും ഫലം ലഭിക്കാതെ പോകുന്നു, ചിലർക്ക് എല്ലാം ശരിയായി നടക്കുന്നു, ചിലർക്കാകട്ടെ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്? ഇത് വെറും യാദൃശ്ചികമാണോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആരംഭിച്ച ആ ഒരു ദിവസവുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? പുരാതന കാലം മുതൽ പല ആത്മീയ ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്രവും സംസ്കാരപരമായ വിശ്വാസങ്ങളും ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ജനിച്ച ദിവസം നമ്മുടെ സ്വഭാവത്തെയും ജീവിത വഴിയെയും കുറിച്ച് വരെ സ്വാധീനിക്കുന്നുവെന്ന്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം, ജനിച്ച ദിവസം കൊണ്ട് എന്ത് വ്യത്യാസമുണ്ടാകും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും. ഓരോ ദിവസത്തിനും ഒരു പ്രത്യേക ഊർജമുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. തിങ്കളാഴ്ച ഒരു സ്വഭാവമായിരിക്കും, ചൊവ്വാഴ്ച മറ്റൊരു സ്വഭാവമായിരിക്കും, ബുധനാഴ്ച മറ്റൊരു സ്വഭാവം. ഇങ്ങനെ ഓരോ ദിവസത്തിനും അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ടെന്ന് പല ആത്മീയ പരമ്പരകളും പറയുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ പോലും ഈ വിശ്വാസം വളരെ ശക്തമാണ്. ഉദാഹരണത്തിന് ചില ദിവസങ്ങളെ ദൈവാരാധനയ്ക്കായിട്ട് പ്രത്യേകമായി കണക്കാക്കുന്നു, ചില ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നല്ലത് എന്ന് പറയുന്നു, ചില ദിവസങ്ങൾ കൂടുതൽ ആത്മീയത നിറഞ്ഞ ദിവസങ്ങളായി കരുതപ്പെടുന്നു. ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, ഓരോ ദിവസവും ഒരു പ്രത്യേക ഗ്രഹത്തോടും ഒരു പ്രത്യേക ദൈവിക ശക്തിയോടും ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് തിങ്കളാഴ്ച ചന്ദ്രനാണ്, ചൊവ്വാഴ്ച ചൊവ്വയാണ്, ബുധനാഴ്ച ബുധനോടാണ്, വ്യാഴാഴ്ച ഗുരുവിനോടാണ്, വെള്ളിയാഴ്ച ശുക്രനോടാണ്, ശനിയാഴ്ച ശനിദേവനോടും ഞായറാഴ്ച സൂര്യനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇത് വെറും ഗ്രഹങ്ങളുടെ പേരുകൾ മാത്രമല്ല. ഈ ഗ്രഹങ്ങൾ ഓരോന്നും മനുഷ്യരുടെ ജീവിതത്തിൽ ചില സ്വഭാവങ്ങൾക്കും ചില അനുഭവങ്ങൾക്കും കാരണമാകുന്ന ശക്തികളായാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ജനിച്ച ദിവസം നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാന വഴിത്തിരിവുകളെയും കുറിച്ച് ചില സൂചനകൾ നൽകുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. ഇത് ഒരു വിധി എഴുതി വെച്ചതാണെന്ന് പറയാനാവില്ല. കാരണം മനുഷ്യന്റെ ജീവിതം അവന്റെ പരിശ്രമം, വിശ്വാസം, പ്രാർത്ഥന, തീരുമാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് മാറുന്നത്. പക്ഷെ നമ്മൾ ജനിച്ച ദിവസം നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിത ദിശയെയും കുറിച്ച് ചില ചെറിയ സൂചനകൾ നൽകുന്ന ഒരു അടയാളമായി കണക്കാക്കാം. അതിനാലാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് നിങ്ങൾ ജനിച്ച ദിവസം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ തിങ്കളാഴ്ച ജനിച്ച ആളാണോ? അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണോ നിങ്ങൾ ജനിച്ചത്? ബുധനാഴ്ചയാണോ? വ്യാഴാഴ്ചയാണോ? വെള്ളിയാഴ്ചയാണോ? ശനിയാഴ്ചയാണോ? ഇനി അതുമല്ലെങ്കിൽ ഞായറാഴ്ചയാണോ? ഈ 7 ദിവസങ്ങളിൽ നിങ്ങൾ ജനിച്ച ദിവസം ഏതാണ് എന്ന് മനസ്സിൽ സൂക്ഷിച്ച് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഓരോ ദിവസത്തിനും പിന്നിൽ ഒരു പ്രത്യേക കഥയുണ്ട്, ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരു പ്രത്യേക ജീവിത പാതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതകരമായി തോന്നാം. ഇത് എങ്ങനെ എൻ്റെ ജീവിതവുമായി ഇത്ര കൃത്യമായി പൊരുത്തപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം. അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനിച്ച ദിവസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ആ ഒരു ജനിച്ച ദിവസം നോക്കി നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ഒക്കെ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ തിങ്കളാഴ്ച ജനിച്ചവരുടെ ജീവിത രഹസ്യത്തെക്കുറിച്ച് പറയാം. തിങ്കളാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകൾ വളരെ പ്രത്യേക സ്വഭാവമുള്ളവരാണ് എന്ന് പുരാതന വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. കാരണം തിങ്കളാഴ്ചയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്.
ചന്ദ്രൻ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ മനസ്സിന്റെ ശക്തി വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ സ്നേഹമുള്ളവരും കരുണയുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ അവരെ സഹായിക്കണം എന്ന് തോന്നുന്ന ഒരു മനസ്സാണ് ഇവർക്കുണ്ടാകുന്നത്. പലപ്പോഴും ഇവർ സ്വന്തം പ്രശ്നങ്ങളെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ വളരെ സെൻസിറ്റീവായ ആളുകളായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും ഇവരുടെ മനസ്സിനെ ആഴത്തിൽ ബാധിച്ചേക്കാം. ആരെങ്കിലും ഇവരെ വേദനിപ്പിച്ചാൽ അത് വളരെ കാലം വരെ ഇവരുടെ മനസ്സിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം തിങ്കളാഴ്ച ജനിച്ചവർക്ക് മറ്റൊരു വലിയ ശക്തി ഉണ്ടാകും. അത് അവരുടെ മനസ്സിന്റെ ആഴത്തിലുള്ള ശക്തിയാണ്. ഒരിക്കൽ അവർ ഒരു കാര്യത്തിൽ വിശ്വാസം വെച്ചാൽ അതിൽ നിന്ന് എളുപ്പത്തിൽ പിന്നോട്ട് പോകാറില്ല എന്നതാണ് സത്യം. ഇവരുടെ ജീവിതത്തിൽ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഇവർ വളരെ അടുപ്പമുള്ള ബന്ധം പുലർത്തുന്നവരാണ്. കുടുംബത്തിനായി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സാണ് ഇവർക്കുണ്ടാകുന്നത്. പല തിങ്കളാഴ്ച ജനിച്ച ആളുകളും കലാരംഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നവരായിരിക്കും. സംഗീതം, ചിത്രരചന, എഴുത്ത്, നൃത്തം തുടങ്ങിയ സൃഷ്ടിപരമായ മേഖലകളിൽ ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ മനസ്സ് വളരെ സങ്കല്പശക്തിയുള്ളതായിരിക്കും. ചിലപ്പോൾ അവർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ ഇഷ്ടപ്പെടും. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും. തിങ്കളാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ മനസ്സിലെ ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാം. കാരണം ചന്ദ്രൻ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഇവർക്ക് മനസ്സിന്റെ സ്ഥിരത കുറയാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഒരിക്കലും ദുഷ്ടമനസ്സുള്ള ആളുകളായിരിക്കില്ല എന്നുള്ളത്. ഇവരുടെ ഹൃദയം വളരെ ശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിങ്കളാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും. ഇവർ വളരെ കഠിനമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വരാം. പക്ഷെ ഓരോ പരീക്ഷണത്തിന്റെയും അവസാനം ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം തുറക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇവരുടെ ജീവിതം പലപ്പോഴും വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു യാത്രയായിരിക്കും. പല തിങ്കളാഴ്ച ജനിച്ച ആളുകൾക്കും ആത്മീയതയോട് പ്രത്യേക താല്പര്യമുണ്ടാകും. ക്ഷേത്രം, പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് സ്വാഭാവികമായ ആകർഷണം ഉണ്ടാകാം. ദൈവത്തിൽ വിശ്വാസം വെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തിങ്കളാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ അമ്മയുമായുള്ള ബന്ധം വളരെ ശക്തമായിരിക്കും. അമ്മയുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വൈകിയാണ് വിജയങ്ങൾ വരുന്നത്. പക്ഷെ വന്നാൽ അത് വളരെ സ്ഥിരതയുള്ളതായിരിക്കും. തിങ്കളാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി 2, 7 എന്നീ സംഖ്യകളായിട്ടാണ് കരുതപ്പെടുന്നത്. വെള്ള നിറം അല്ലെങ്കിൽ ലൈറ്റ് കളറുകൾ ഇവർക്ക് ഭാഗ്യം നൽകുമെന്ന് ചില വിശ്വാസങ്ങൾ പറയുന്നു. അതേസമയം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമുണ്ട്. അത് അവരുടെ മനസ്സിനെ അധികം വിഷമത്തിലാക്കരുത് എന്നതാണ്. കാരണം തിങ്കളാഴ്ച ജനിച്ചവരുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദൗർബല്യവും അവരുടെ മനസ്സാണ്. അവർ മനസ്സിനെ ശാന്തമാക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ ഉയരങ്ങൾ നേടാൻ അവരെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ജനിച്ചവർക്കുള്ള ഒരു ചെറിയ ഉപദേശം ഇങ്ങനെയാണ്: ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മനസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസം ജനിച്ച ആളുകളെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഈശ്വരൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക. ഇനി അടുത്തതായിട്ട് ചൊവ്വാഴ്ച ദിവസം ജനിച്ച ആളുകളുടെ ജീവിത രഹസ്യത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ ജനിച്ചത് ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ചൊവ്വാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകൾ സാധാരണയായി ശക്തമായ മനസ്സും ധൈര്യവും ഉള്ളവരാണെന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. കാരണം ചൊവ്വാഴ്ചയുടെ അധിപൻ ചൊവ്വാഗ്രഹമാണ്. മംഗളൻ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ധൈര്യം, തീരുമാനശക്തി, ആത്മവിശ്വാസം എന്നിവ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചൊവ്വാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി ഒരിക്കലും എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്നവരല്ല. അവർക്ക് മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും അതിനെ നേരിടാൻ അവർ തയ്യാറായിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ പലരും ഭയന്ന് പിൻവാങ്ങുന്ന സാഹചര്യങ്ങൾ പോലും ചൊവ്വാഴ്ച ജനിച്ച ആളുകൾ മുന്നോട്ടു പോകാൻ ധൈര്യം കാണിക്കും. ഇവരുടെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകതയുണ്ടാകും. അത് നേതൃ സ്വഭാവമാണ്.
ചൊവ്വാഴ്ച ജനിച്ച പല ആളുകളും ഒരു ഗ്രൂപ്പിൽ സ്വാഭാവികമായി നേതൃസ്ഥാനത്ത് എത്തുന്നവരായിരിക്കും. ആളുകളെ പ്രചോദിപ്പിക്കാനും ഒരു കാര്യത്തിലേക്ക് നയിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ഇവരുടെ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കാൻ ഇവർ ശക്തമായി പരിശ്രമിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർ പലപ്പോഴും വലിയ വിജയങ്ങൾ നേടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചൊവ്വാഴ്ച ജനിച്ചവരുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ അല്പം വേഗതയും ആവേശവും കൂടുതലായിരിക്കും. ചിലപ്പോൾ ആലോചിക്കാതെ എടുത്ത തീരുമാനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ജനിച്ചവർക്ക് ഒരു പ്രധാന ഉപദേശം കൂടിയുണ്ട്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് കുറച്ചു സമയമെടുത്ത് ശാന്തമായി ചിന്തിക്കുക. ഇവരുടെ ഹൃദയം വളരെ നേരായതാണ്. ഇവർക്ക് നാടകീയതയോ കപടതയോ ഇഷ്ടമല്ല. ആരെങ്കിലും തെറ്റായ രീതിയിൽ പെരുമാറുന്നത് ഇവർക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ വളരെ നേരിട്ട് സംസാരിച്ചേക്കാം. ചൊവ്വാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ വിശ്വസ്തരായ സുഹൃത്തുക്കളായിരിക്കും. അവർ ഒരിക്കൽ ഒരാളെ സ്വന്തം ആളായി കരുതിയാൽ ആ ബന്ധം വളരെ ശക്തമായി സംരക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരിക്കൽ വിശ്വാസം തകർന്നാൽ അത് തിരികെ നേടാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. ചൊവ്വാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില പോരാട്ടങ്ങൾ കൂടുതലായിരിക്കും. കാരണം ഇവർ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിട്ട് നേരിടുന്ന സ്വഭാവമുള്ളവരാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവസാനം ഇവർ എപ്പോഴും വിജയത്തോടെ തന്നെ ഉയർന്നു വരാറുണ്ട്. ഇവരുടെ മനസ്സിൽ ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഇവരുടെ ആത്മവിശ്വാസമാണ്. ചൊവ്വാഴ്ച ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൽ പല മേഖലകളിലും മുന്നേറാൻ കഴിയും. പ്രത്യേകിച്ച് ധൈര്യം ആവശ്യമായ മേഖലകളിൽ ഇവർക്ക് കൂടുതൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നേതൃത്വം, ബിസിനസ്, സ്പോർട്സ്, സുരക്ഷാ മേഖലകള് അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്വങ്ങളുള്ള ജോലികൾ. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ കോപം ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൊവ്വയുടെ സ്വാധീനമുള്ള ആളുകൾക്ക് ചിലപ്പോൾ കോപം വേഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ജനിച്ചവർക്ക് ഒരു പ്രധാന ജീവിത പാഠമുണ്ട്: കോപം നിയന്ത്രിക്കാൻ പഠിക്കുക. അവർ അത് പഠിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ ഉയരങ്ങൾ നേടാനായിട്ട് കഴിയും. ഇനി മറ്റൊരു വിശ്വാസം കൂടെ പറയുന്നത് ചൊവ്വാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ദൈവവിശ്വാസം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. പ്രാർത്ഥനയും ആത്മീയതയും ഇവരുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. ചൊവ്വാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി 9 പോലുള്ള സംഖ്യകളായി കരുതപ്പെടുന്നു. ഇത് ചില വിശ്വാസങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകിയായിരിക്കും എത്തുന്നത്. പക്ഷെ അവർ ഒരിക്കൽ ഉയർന്നാൽ പിന്നെ എളുപ്പത്തിൽ താഴേക്ക് പോകുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ ചൊവ്വാഴ്ച ജനിച്ച ആളുകളാണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക: നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തിയും സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വളരെ ഇനി അടുത്തതായിട്ട് ബുധനാഴ്ച ജനിച്ചവരുടെ ജീവിത രഹസ്യത്തെക്കുറിച്ച് പറയാം. ബുധനാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ബുദ്ധിമാനും ചിന്താശേഷിയുള്ളവരുമായിരിക്കും എന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. കാരണം ബുധനാഴ്ചയുടെ അധിപൻ ബുധഗ്രഹമാണ്. ബുധൻ ബുദ്ധിയുടെയും സംസാരശേഷിയുടെയും അറിവിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ അറിവും ചിന്തയും വലിയ പങ്ക് വഹിക്കുന്നതായിട്ട് പലരും വിശ്വസിക്കുന്നു. ബുധനാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് ഇവർക്ക് സ്വാഭാവികമായി ഉണ്ടാകാം. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് സംസാരശേഷി വളരെ നല്ലതായിരിക്കും. പല ബുധനാഴ്ച ജനിച്ച ആളുകളും മറ്റുള്ളവരെ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിവുള്ളവരാണ്. ആളുകളുമായി വളരെ എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ മനസ്സ് വളരെ ചലനാത്മകമായിരിക്കും. ഒരു കാര്യത്തിൽ മാത്രം കുടുങ്ങി നിൽക്കാതെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ഇവർക്ക് ഇഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ജനിച്ച ആളുകൾ പലപ്പോഴും സൃഷ്ടിപരമായ ചിന്തകൾ ഉള്ളവരായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് പല മേഖലകളിലും ഇവർക്ക് മുന്നേറാൻ കഴിയും. ബുധനാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ സൗഹൃദപരമായ സ്വഭാവമുള്ളവരാണ്. പലരുമായി നല്ല ബന്ധം നിലനിർത്താൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഇവരുടെ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത്. പക്ഷെ ചിലപ്പോൾ ബുധനാഴ്ച ജനിച്ച ആളുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരിക്കാം. അത് അവരുടെ മനസ്സ് വളരെ വേഗത്തിൽ മാറുന്ന സ്വഭാവമാണ്.
ഒരു സമയത്ത് ഒരു കാര്യത്തിൽ വളരെ ആകർഷണം തോന്നും, പിന്നീട് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറാം. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ജനിച്ചവർക്ക് ഒരു പ്രധാന ഉപദേശം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിക്കുക എന്നതാണ്. അത് ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനായിട്ട് കഴിയും. ഇവരുടെ ബുദ്ധിയും ചിന്താശേഷിയും ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ വലിയ അവസരങ്ങൾ ഇവരെ തേടി വരാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വ്യാപാരം, പഠനം, കമ്മ്യൂണിക്കേഷൻ, എഴുത്ത്, മീഡിയ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നവരായിരിക്കും. ഇവരുടെ മനസ്സ് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും എപ്പോഴും തയ്യാറായിരിക്കും. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ വന്നാൽ അവയെ ബുദ്ധിപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഇവരോട് ഉപദേശം ചോദിക്കാറുണ്ട്. പക്ഷെ ബുധനാഴ്ച ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അവരുടെ ചിന്തകൾ വളരെയധികം ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ്. കാരണം ചിലപ്പോൾ ഇവർ വളരെയധികം ചിന്തിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. അത് മനസ്സിനെ അലട്ടാൻ ഇടയാക്കാം. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ സമയം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു വിശ്വാസം പറയുന്നത് ഇങ്ങനെയാണ്: ബുധനാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ഭാഗ്യം പലപ്പോഴും അറിവിനോടൊപ്പം വരും എന്നതാണ്. അവർ പഠിക്കുകയും വളരുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നേടാൻ കഴിയും. ബുധനാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി 5 പോലുള്ള സംഖ്യകളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ചില വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും അവസരങ്ങളും ഒരുപോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ജനിച്ച ആളുകൾ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം: നിങ്ങളുടെ ബുദ്ധിയും അറിവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ്. അത് നിങ്ങൾ ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. അതോടൊപ്പം തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബുധനാഴ്ച ജനിച്ച ആളുകളെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ജനിച്ചത് ബുധനാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഇനി അടുത്തതായിട്ട് വ്യാഴാഴ്ച ദിവസം ജനിച്ച ആളുകളുടെ ജീവിത രഹസ്യത്തെ കുറിച്ച് പറയാം. വ്യാഴാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകൾ വളരെ ഭാഗ്യശാലികളായ ആളുകളാണെന്ന് പല പുരാതന വിശ്വാസങ്ങളും പറയുന്നുണ്ട്. കാരണം വ്യാഴാഴ്ചയുടെ അധിപൻ ഗുരുഗ്രഹമാണ്. ഗുരു അറിവിന്റെയും ആത്മീയതയുടെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ദൈവവിശ്വാസവും അറിവും വളരെ വലിയ പങ്ക് വഹിക്കുന്നതായി പലരും വിശ്വസിക്കുന്നു. വ്യാഴാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ നല്ല മനസ്സുള്ളവരാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ അവർക്ക് വളരെ താല്പര്യമുണ്ടാകും. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്വഭാവമുണ്ട്. പല വ്യാഴാഴ്ച ജനിച്ച ആളുകളും ഒരു കൂട്ടത്തിൽ ഉപദേശം നൽകുന്ന ആളുകളായി മാറാറുണ്ട്. ആളുകൾ ഇവരോട് വിശ്വാസത്തോടെ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ക്ഷേത്രദർശനം, പ്രാർത്ഥന, ദൈവവിശ്വാസം എന്നിവ ഇവരുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കുന്നവയാണ്. വ്യാഴാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ശാന്ത സ്വഭാവമുള്ളവരാണ്. അനാവശ്യമായ കലഹങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇവർ അധികം ഇടപെടാറില്ല എന്നതാണ് സത്യം. ഇവരുടെ മനസ്സിൽ നല്ലതും സത്യസന്ധതയും വളരെ പ്രധാനമാണ്. പല വ്യാഴാഴ്ച ജനിച്ച ആളുകൾക്കും വിദ്യാഭ്യാസ രംഗത്തോ അറിവുമായി ബന്ധപ്പെട്ട മേഖലകളിലോ മുന്നേറാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അധ്യാപനം, പഠനം, ഗവേഷണം, ആത്മീയ സേവനം അല്ലെങ്കിൽ ആളുകളെ നയിക്കുന്ന മേഖലകൾ, ഇവയിലൊക്കെയും ഇവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കും. ഇവരുടെ ഒരു വലിയ ശക്തി അവരുടെ ക്ഷമയാണ്. ജീവിതത്തിൽ ചിലപ്പോൾ വെല്ലുവിളികൾ വന്നാലും ഇവർ അതിനെ ശാന്തമായി സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും നല്ല ഫലങ്ങൾ ലഭിക്കാറുണ്ട്. വ്യാഴാഴ്ച ജനിച്ച ആളുകൾക്ക് സാധാരണയായി മറ്റുള്ളവരുടെ ബഹുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ സ്വഭാവം ആളുകൾക്ക് വിശ്വാസം നൽകുന്ന രീതിയിലാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം പലപ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷെ വ്യാഴാഴ്ച ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റുള്ളവരെ അതിയായി വിശ്വസിക്കരുത് എന്നുള്ളതാണ്. കാരണം അവരുടെ നല്ല മനസ്സിനെ ചിലർ തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. വ്യാഴാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ നല്ല കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നവരാണ്. കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഇവർ വളരെ പ്രാധാന്യം നൽകാറുണ്ട്.
ഇവരുടെ ജീവിതത്തിൽ ഗുരുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ പല തടസ്സങ്ങളും എളുപ്പത്തിൽ മാറിപ്പോകുമെന്ന് ചില വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. വ്യാഴാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി 3 പോലുള്ള സംഖ്യകളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ചില വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. മഞ്ഞ നിറം അല്ലെങ്കിൽ ഗോൾഡൻ കളറുകൾ ഇവർക്ക് ഭാഗ്യം നൽകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. വ്യാഴാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അവർ ദൈവത്തിൽ വിശ്വാസം വെച്ച് സത്യസന്ധമായി ജീവിച്ചാൽ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യാഴാഴ്ച ജനിച്ച ആളുകളാണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അറിവും അനുഗ്രഹവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നല്ല മനസ്സും വിശ്വാസവും നിലനിർത്തിയാൽ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നേടാൻ സാധിക്കും. നിങ്ങൾ ജനിച്ചത് വ്യാഴാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾ ഗുരുവായൂരപ്പനെയാണ് ഭജിക്കേണ്ടത്. ഓം നമോ നാരായണായ എന്ന് നിങ്ങളുടെ ദുഃഖങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വ്യാഴാഴ്ച ജനിച്ച ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വെള്ളിയാഴ്ച ജനിച്ചവരുടെ ജീവിത രഹസ്യത്തെക്കുറിച്ച് പറയാം. വെള്ളിയാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകൾ വളരെ ആകർഷകമായ സ്വഭാവമുള്ളവരാണെന്ന് പല പഴമക്കാരും വിശ്വസിച്ചിരുന്നു. കാരണം വെള്ളിയാഴ്ചയുടെ അധിപൻ ശുക്രഗ്രഹമാണ്. ശുക്രൻ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും വലിയ പ്രാധാന്യമുള്ളതായി പലരും പറയുന്നു. വെള്ളിയാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ സൗമ്യ സ്വഭാവമുള്ളവരാണ്. അവർക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ സ്വാഭാവികമായ കഴിവുണ്ടാകും. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമുണ്ട്. പല വെള്ളിയാഴ്ച ജനിച്ച ആളുകളും എവിടെ പോയാലും ആളുകളുടെ ശ്രദ്ധ നേടുന്നവരായിരിക്കും. ഇവരുടെ മനസ്സ് സൗന്ദര്യത്തെയും കലകളെയും ഏറെ ഇഷ്ടപ്പെടുന്നവയാണ്. സംഗീതം, നൃത്തം, കല, അലങ്കാരം, ഫാഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകാം. ഇവരുടെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത്. പല വെള്ളിയാഴ്ച ജനിച്ച ആളുകളും അവരുടെ ബന്ധങ്ങളെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്നവരാണ്. ഇവരുടെ ഹൃദയം വളരെ സ്നേഹപൂർണമായിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ആളുകൾക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നു എന്നതാണ് സത്യം. പക്ഷെ വെള്ളിയാഴ്ച ജനിച്ചവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിനായി സ്വന്തം സന്തോഷം ചിലപ്പോൾ ത്യജിക്കേണ്ടി വരുന്നതാണ്. അവർ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ സ്വന്തം പ്രശ്നങ്ങൾ മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജനിച്ചവർക്ക് ഒരു പ്രധാന ഉപദേശവുമുണ്ട്. സ്വന്തം ജീവിതത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകാൻ മറക്കരുത്. വെള്ളിയാഴ്ച ജനിച്ച ആളുകൾക്ക് സാധാരണയായി നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഭാഗ്യം തെളിയുന്ന അവസരങ്ങൾ ഉണ്ടാകാം. പല വെള്ളിയാഴ്ച ജനിച്ച ആളുകളും ബിസിനസ്, കലാരംഗം, മീഡിയ, ഫാഷൻ, വിനോദരംഗം തുടങ്ങിയ മേഖലകളിൽ മുന്നേറാൻ കഴിവുള്ളവരായിരിക്കും. ഇവരുടെ സ്വഭാവത്തിൽ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അത് അവരുടെ മനസ്സിന്റെ സൗമ്യതയാണ്. അവർ സാധാരണയായി കലഹങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല. സമാധാനപരമായ ജീവിതമാണ് ഇവർക്കിഷ്ടം. ഇവരുടെ ജീവിതത്തിൽ കുടുംബവും ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ചിലപ്പോൾ അവർ മറ്റുള്ളവരെ വളരെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ നിരാശകളും അനുഭവിക്കേണ്ടതായിട്ട് വരാം. അതിനാൽ വെള്ളിയാഴ്ച ജനിച്ചവർക്ക് ഒരു പ്രധാന ജീവിത പാഠമുണ്ട്. മനസ്സ് നല്ലതായിരിക്കണം, പക്ഷേ ജാഗ്രതയും വേണം. വെള്ളിയാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി 6 പോലുള്ള സംഖ്യകളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ചില വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് അവർ അവരുടെ കഴിവുകളും അവസരങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. വെള്ളിയാഴ്ച ജനിച്ച ആളുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ജനിച്ച ആളുകളാണ്
ഇനി അടുത്തതായിട്ട് ശനിയാഴ്ച ദിവസം ജനിച്ചവരുടെ ജീവിത രഹസ്യത്തെക്കുറിച്ച് പറയാം. ശനിയാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകളെ കുറിച്ച് പലർക്കും പലവിധ വിശ്വാസങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ചിലർ പറയുന്നത് ശനിയാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും എന്നാണ്. പക്ഷെ അതേസമയം മറ്റൊരു വലിയ സത്യവും പഴമക്കാർ പറയുന്നുണ്ട്. ശനിയാഴ്ച ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ നേടാനുള്ള ശക്തിയും സഹനവും ഉണ്ടാകുമെന്നതാണത്. ശനിയാഴ്ചയുടെ അധിപൻ ശനിഗ്രഹമാണ്. ശനി സാധാരണയായി കഠിന പരിശ്രമത്തിന്റെയും സഹനത്തിന്റെയും നീതിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ പരിശ്രമവും ക്ഷമയും വളരെ വലിയ പങ്ക് വഹിക്കുന്നതായിട്ട് പലരും വിശ്വസിക്കുന്നു. ശനിയാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ഗൗരവമുള്ള സ്വഭാവമുള്ളവരായിരിക്കും. അവർ ജീവിതത്തെ വളരെ ആഴത്തിൽ കാണുന്നവരാണ്. പലപ്പോഴും അവർ വളരെ ശാന്തമായ സ്വഭാവമുള്ളവരായിരിക്കും. അനാവശ്യമായ സംസാരങ്ങളും കലഹങ്ങളും ഇവർക്ക് ഇഷ്ടമല്ല എന്നതാണ് സത്യം. ഇവരുടെ മനസ്സിൽ ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് അവരുടെ സഹനശേഷിയാണ്. ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അതിനെ സഹിച്ചു മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. പല ശനിയാഴ്ച ജനിച്ച ആളുകളും ജീവിതത്തിന്റെ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടവരാകാം. ചില കാര്യങ്ങൾ വൈകി ലഭിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ വന്നാൽ അത് സാധാരണയായി വളരെ സ്ഥിരതയുള്ളതായിരിക്കും. അവർ ഒരിക്കൽ ഉയർന്നാൽ പിന്നെ അത് എളുപ്പത്തിൽ നഷ്ടപ്പെടാറില്ല. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളായിരിക്കും. കുടുംബത്തിനും ജോലിക്കും സമൂഹത്തിനും അവർ വളരെ പ്രാധാന്യം നൽകുന്നു. പല ശനിയാഴ്ച ജനിച്ച ആളുകളും വളരെ വിശ്വസ്തരായ ആളുകളാണ്. ഒരിക്കൽ അവർ ഒരു കാര്യത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ അവർ ശ്രമിച്ചിരിക്കും എന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ വളരെ ശക്തമായ വ്യക്തികളായിട്ട് കാണാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇവർക്ക് അവരുടെ വികാരങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ട് തോന്നാം. അവർ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒറ്റപ്പെടൽ തോന്നാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച ജനിച്ചവർക്ക് ഒരു പ്രധാന ഉപദേശം കൂടിയുണ്ട്. സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ വിശ്വസിക്കാവുന്ന ആളുകളോട് പങ്കുവയ്ക്കാൻ പഠിക്കുക. അത് അവരുടെ മനസ്സിനെ കൂടുതൽ ലഘുവാക്കും. ഇവരുടെ ജീവിതത്തിൽ ആത്മീയത വലിയ ശക്തി നൽകാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഇവരുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കും. ശനിയാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം പലപ്പോഴും കാണാനായിട്ട് കഴിയും. അവർ ജീവിതത്തിൽ വളരെ വലിയ അനുഭവങ്ങൾ വഴി വളരുന്നവരാണ്. ജീവിതം അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർ സാധാരണയായി വളരെ ബുദ്ധിമാനായും പരിചയസമ്പന്നരായും മാറും. ശനിയാഴ്ച ജനിച്ച പല ആളുകളും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഭാഗത്ത് വലിയ ബഹുമാനവും വിജയവും നേടുന്നവരാണ്. ശനിയാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി 8 പോലുള്ള സംഖ്യകളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ചില വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. കറുപ്പ് അല്ലെങ്കിൽ ഗാഢനിറങ്ങൾ ഇവർക്ക് ഭാഗ്യം നൽകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച ജനിച്ചവരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ സഹനവും പരിശ്രമവുമാണ്. അവർ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും ക്ഷമയോടെ മുന്നോട്ട് പോയാൽ അവസാനം വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശനിയാഴ്ച ജനിച്ച ആളുകളാണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തിയും സ്ഥിരതയും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സഹനത്തോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വിജയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടദൈവത്തെ എപ്പോഴും ഭജിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ജനിച്ചത് ശനിയാഴ്ച ദിവസമാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും രേഖപ്പെടുത്തി ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നേടാൻ കഴിയട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശനിയാഴ്ച ദിവസം ജനിച്ച ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഞായറാഴ്ച ജനിച്ച ആളുകളുടെ ജീവിത രഹസ്യങ്ങളെ കുറിച്ച് പറയാം. നിങ്ങൾ ജനിച്ചത് ഞായറാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സത്യങ്ങളുണ്ട്. ഞായറാഴ്ച ഈ ലോകത്ത് ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ശക്തമായ വ്യക്തിത്വമുള്ളവരാണെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. കാരണം ഞായറാഴ്ചയുടെ അധിപൻ സൂര്യഗ്രഹമാണ്. സൂര്യൻ ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ജനിച്ചവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും നേതൃസ്വഭാവവും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഞായറാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ആത്മവിശ്വാസമുള്ളവരാണ്. അവർ അവരുടെ കഴിവുകളിൽ വിശ്വാസം വയ്ക്കുന്നവരാണ്. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമുണ്ട്. ഞായറാഴ്ച ദിവസം ജനിച്ച പല ആളുകളും ഒരു കൂട്ടത്തിൽ സ്വാഭാവികമായി ശ്രദ്ധാകേന്ദ്രമായി മാറുന്നവരായിരിക്കും. അവരുടെ സംസാരവും ആത്മവിശ്വാസവും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളതാണ്.
ഇവരുടെ മനസ്സിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടണം എന്ന ആഗ്രഹം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ജനിച്ച ആളുകൾ പലപ്പോഴും വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. ഇവരുടെ സ്വഭാവത്തിൽ ഒരു വലിയ ശക്തി അത് അവരുടെ ആത്മവിശ്വാസമാണ്. പക്ഷെ അതേസമയം ചിലപ്പോൾ അവർക്ക് അഹങ്കാരം വരാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം വളരെ ശക്തമായ ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ഉദാരമായ മനസ്സുള്ളവരാണ്. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുണ്ടാകും. ഇവരുടെ ജീവിതത്തിൽ ബഹുമാനവും അംഗീകാരവും നേടാനുള്ള സാധ്യത കൂടുതലാണ്. പല ഞായറാഴ്ച ജനിച്ച ആളുകളും സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം നേടാൻ കഴിവുള്ളവരാണ്. അവർ സാധാരണയായി നേതൃസ്ഥാനങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ഉത്തരവാദിത്വങ്ങൾ വരാം, പക്ഷെ അവർ അത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും എന്നുള്ളതാണ്. ഞായറാഴ്ച ജനിച്ച ആളുകൾക്ക് കുടുംബത്തിന്റെ ബഹുമാനം വളരെ പ്രധാനമാണ്. കുടുംബത്തെയും സൗഹൃദത്തെയും സംരക്ഷിക്കാൻ അവർക്ക് വലിയ താല്പര്യമുണ്ടാകും. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വെല്ലുവിളികളും ഉണ്ടാകാം, പക്ഷെ അവർ അത് ധൈര്യത്തോടെ നേരിടുന്നവരാണ് എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ ഇവർക്ക് കഴിയും. ഞായറാഴ്ച ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ സാധാരണയായി ഒന്നുപോലുള്ള സംഖ്യകളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ചില വിശ്വാസങ്ങളും പറയുന്നുണ്ട്. ചുവപ്പ് അല്ലെങ്കിൽ ഗോൾഡൻ കളറുകൾ ഇവർക്ക് ഭാഗ്യം നൽകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഞായറാഴ്ച ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ ഒരു വലിയ സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ നയിക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. അവർ അവരുടെ ആത്മവിശ്വാസവും കഴിവുകളും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ നേടാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞായറാഴ്ച ജനിച്ച ആളുകളാണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും ആത്മവിശ്വാസവും നേതൃത്വം നൽകുന്ന ഒരു ശക്തിയും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ, നല്ലതിന്റെ വഴിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞായറാഴ്ച ദിവസം ജനിച്ച ആളുകളെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ജനിച്ചത് ഞായറാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടദൈവം ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.